ഇന്ന് നമ്മൾ ബാലിയിലെത്തിയ ദിവസമായിരുന്നു. പീക്കൂസിന് മലേഷ്യയിൽ നിന്ന് വരുമ്പോഴേ ചെറിയൊരു കോൾഡ് പോലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ചിണുക്കൊക്കെ ഉണ്ടായിരുന്നു. പാവ എന്നിട്ട് ഉറങ്ങി പപ്പാനെയും കെട്ടിപ്പിടിച്ച് രാവിലെ തന്നെ ഞങ്ങൾ ബാലിയിലത്തെ ഹോസ്പിറ്റലിൽ പോയി അവളെ കാണിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ടെൻഷനായിരിക്കും. എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ള ബഡ്ജറ്റ് ഹോളിഡേയ്സ് ആണ്. കാരണം ഇന്ന് ഇവിടെ സൈലൻ്റ് ആണ്. ഇവിടുന്ന് പുറത്തൊന്നും പോകാൻ പാടില്ല. ഇന്നൊന്നുമില്ല, എയർപോർട്ട്സ് പോലും ഇല്ല, റോട്ടിലൊന്നും ഒരൊറ്റ വണ്ടി ഉണ്ടാവില്ല. ഈവൻ പരസ്പരം സംസാരിക്കാൻ പോലും പാടില്ലാത്തൊരു ദിവസമാണ് ഇവരെ സംബന്ധിച്ച്. എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള എല്ലാം അറേഞ്ച് ചെയ്ത് തന്നു കേട്ടോ അവർ. ബഡ്ജറ്റ് ഹോളിഡേയ്സ് ആണ് നമ്മൾ ട്രാവൽ പാർട്ട്ണർ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി അംജുക്കതേ അവൾക്കുള്ള മെഡിസിൻസൊക്കെ മെഷർ ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ 3 പേരും ഈ ഹോട്ടലിൽ തന്നെ ആയിരിക്കും, വേറെ എവിടെയും പോകുന്നില്ല. കാരണം എവിടെയും പോകാനും പാടില്ല. പിന്നെ പീക്കൂസിന് വയ്യാതാനും. അപ്പോൾ ഇന്ന് ഫുൾ ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ മാത്രം ഒരു ഫാമിലി ടൈമാണ്. അപ്പോൾ കുറച്ച് മെഡിസിൻസ് ഉണ്ടായിരുന്നു അവൾക്ക്, കാരണം അസുഖം കൂടാതൊക്കെ ഇരിക്കാൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് വെയിലൊക്കെ കൊള്ളിക്കുന്നത് നല്ലതായിരിക്കും, എന്തെങ്കിലുമൊക്കെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോളും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിങ് പൂളിലൊക്കെ പോയി. പിന്നെ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ പീക്കൂസ് ഹാപ്പി ആയിട്ടോ. അവിടെ അവളെ പപ്പ കുളിക്കുന്നത് കണ്ട് രസിച്ചിരിക്കുവാണ്. പൂൾ ടൈം എൻജോയ് ചെയ്യാണ് പീക്കൂസ്. അത് കഴിഞ്ഞിട്ട് ഞാനും മോളും കൂടി ഒരു ഡാൻസ്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഡാൻസ് ചെയ്ത് എൻ്റർടൈൻ ചെയ്തൊക്കെ. അവൾക്ക് ഭയങ്കര കോമഡിയാണത്. ഭയങ്കര എൻജോയ് ചെയ്യും. അങ്ങനെ നമ്മൾ പൂൾ ടൈമിൽ കുറച്ച് നേരമൊക്കെ കളിച്ച് നമ്മളിത് കഴിഞ്ഞ് റൂമിലോട്ട് പോവുകയാണ്. ഇനി അവളെ മേലൊക്കെ അംജുക്ക മേലൊക്കെ അവൾക്ക് നല്ലോണം ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ തുടച്ച് കൊടുത്ത് ഡൈപ്പറൊക്കെ കെട്ടിക്കൊടുത്ത് ഇനി വീണ്ടും ഞങ്ങൾ അവളെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് പോലെയായിരുന്നു അംജുക്ക. കാരണം അംജുക്കാനായിട്ട് ഇവള് ഭയങ്കര എന്താ പറയുക ഭയങ്കര കളിയാണ്. അംജുക്ക എന്ത് ചെയ്താലും ഇവൾക്ക് തമാശയാണ്. അംജുക്കയുടെ താടിയും മൂടിയൊക്കെ പിടിച്ച് വലിക്കലാണ് ഹോബി ഉണ്ടായിരുന്നത്. ശരിക്കും ഞാൻ ഇത് ചുമ്മാ ഞാൻ പറഞ്ഞതല്ല, ഫസ്റ്റ് അംജുക്കയാണ് ഇത് പറഞ്ഞത്. അംജുക്ക ഞങ്ങളുടെ ഹണിമൂണിനേക്കാളും എൻജോയ് ചെയ്തത് ഈ ട്രിപ്പാന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്കത് തോന്നി. കാരണം ഇത്രയും ഞാൻ അടുത്ത കാലത്തൊന്നും ശരിക്കും സന്തോഷമായിട്ടില്ല, ഇത്രയും ഞാൻ ഹാപ്പിനെസ് ഞാൻ അനുഭവിച്ചിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും. അത്രയും ഞാൻ അടിച്ചു പൊളിച്ചിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫുഡ് ടൈമാണ്. പീക്കൂസിനെ ഞങ്ങൾ ഉറക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ 2 പേരുടെയും കുറച്ച് ടൈമായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡ് വ്ളോഗ്സ് ഞങ്ങൾ കാണുന്നതുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇരുന്ന് കണ്ട്. പിന്നെ എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അംജുക്ക് എനിക്കൊരു ജാസ്മിൻ ടീ ഒക്കെ ഉണ്ടാക്കി തന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ പീക്കൂസിനായിട്ട് കുറച്ച് നേരമൊക്കെ കളിച്ച് എന്നിട്ട് അവൾ വീണ്ടും ഉറങ്ങി കേട്ടോ. കാരണം ഈ മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ അവൾ കുറച്ചൊന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം മരുന്നൊക്കെ കൊടുത്ത് അവൾ ഉറങ്ങി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരു മൂവിയൊക്കെ കണ്ടിരുന്ന് ഈ ദിവസം നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ തീർന്ന്. പിന്നെ ഇനി നാളെ തൊട്ടാണ് ഞങ്ങളുടെ ബാലി എക്സ്പ്ലോറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ശരിക്കും എൻജോയ് ചെയ്തു.